മെഹബുള്ളിൽ വരാണെന്നുണ്ടെങ്കിൽ മനസ്സ് നിറച്ച് നല്ലൊരു ലഞ്ച് കഴിക്കും. സമയം ഉച്ചക്ക് 1 മണി, നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ഒരു മെനു നോക്കി നേരെ അകത്തേക്ക് ചെല്ലുന്നത് വല്ല മജ്ബൂസോ മന്തിയോ ഒക്കെ കഴിക്കാന്നുള്ള പ്ലാനിലാണ്. പെട്ടെന്നാണ് പ്ലാൻ മാറുന്നത്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഐറ്റംസ് ചട്ടിച്ചോറ്, പൊതിച്ചോറ്, പിന്നെ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ഒരു ചട്ടിച്ചോറും ഒരു പൊതിച്ചോറും പിന്നെ ഒരു ബിരിയാണി, പിന്നെ സൈഡായിട്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചത്, പിന്നെ കല്ലുമ്മക്കായ ഇലയിലേക്ക് പൊതിഞ്ഞത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. സാദാ ചോറ് 1 KD ആണ് ഇവിടെ. അത് പൊതിയിലേക്ക് മാറുമ്പോൾ 1,300 ആവും, ചട്ടിയിലേക്ക് മാറുമ്പോൾ 1,500 ആവും കേട്ടോ. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അതിനകത്ത്. മെഹബുള്ള എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് സഫ മന്തി ആൻഡ് ഗ്രില്ലിലാണ്. ഇവിടെ മജ്ബൂസും മന്തിയെ കൂടാതെ ഇതുപോലെ നാടൻ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. ചട്ടിച്ചോറിൽ ബീഫ് ഫ്രൈ എടുക്കുന്ന ഈ കാണുന്ന ഒരുപാട് ഐറ്റംസും ഉണ്ടാവും കേട്ടോ. അതും 1,500 മാത്രമേ ഉള്ളൂ. നാടൻ വിഭവങ്ങൾക്ക് മാത്രമായിട്ട് സഫയുടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തിന് വരുന്നുണ്ട്. നല്ല നാടൻ തട്ടുകട സ്റ്റൈലുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പോൾ മജ്ബൂസും മന്തി, നാടൻ ഐറ്റംസും, പെരിപ്പെരിയും, അതുപോലെ തന്നെ ഹണി മന്തിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്തോളൂ സഫ മന്തി ആൻഡ് ഗ്രില്ല്, മെഹബുള്ള ബ്ലോക്ക് 1. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം.